ലോകത്തിൽ തന്നെ എന്റർടൈൻമെന്റും ന്യൂസും ഇത്രയും അധികം മിക്സ് ചെയ്ത് പറയുന്ന വേറൊരു ന്യൂസ് ഇൻഡസ്ട്രി ഇല്ല. ന്യൂസ് റിപ്പോർട്ടിംഗിന്റെ കാര്യത്തിലും റേറ്റിംഗിന്റെ കാര്യത്തിലും കോമ്പറ്റീഷന്റെ കാര്യത്തിലും മറ്റുള്ള ഇൻഡസ്ട്രികളെക്കാളും മുന്നേറി നിൽക്കുന്നത് നമ്മുടെ ന്യൂസ് ഇൻഡസ്ട്രിയാണ്. ഒരുപാട് കുറ്റങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇത്രയും അധികം വോയിസ് നൽകുന്ന വേറൊരു സിസ്റ്റം ഇല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് പൊളിറ്റീഷ്യൻസ്, ഗവൺമെന്റ്, അതോറിറ്റി, ഓഫീസേഴ്സ്, ജനങ്ങൾ, പ്രവാസികൾ ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഒരേപോലെ ഇമ്പാക്ട് ഉണ്ടാക്കിയ കേരളത്തിലെ മോസ്റ്റ് പവർഫുൾ ബിസിനസ് മോഡൽ. നമ്മുടെ ന്യൂസ് ഇൻഡസ്ട്രി ഇങ്ങനെ മാറാൻ കാരണം ഒരാളാണ്. തന്റെ ജീവിതത്തിലെ എല്ലാം അവസാനിച്ചു, ഇനി മുന്നോട്ടൊരു വഴിയില്ല എന്ന വിശ്വാസത്തിൽ സ്വന്തം വീട്ടിൽ ഫാൻ കറങ്ങുന്നതും നോക്കി രാത്രി കിടന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ, അദ്ദേഹത്തിന്റെ വിഷൻ, അതിലാണ് ഇന്നത്തെ മലയാളം ന്യൂസ് ഇൻഡസ്ട്രി നിൽക്കുന്നത്. 1985 മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് ചാനലായ ദൂരദർശൻ മലയാളം സംപ്രേഷണം ആരംഭിക്കുന്നത്. ആ കാലത്ത് UPSC പരീക്ഷ എഴുതി തിരുവനന്തപുരം ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്യുകയായിരുന്നു ശ്രീകണ്ഠൻ നായർ. ആകാശവാണിയും ദൂരദർശനുമൊക്കെ ഗവൺമെന്റിലെ ഒരേ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്നതുകൊണ്ട് ദൂരദർശനിലും ശ്രീകണ്ഠൻ നായർ ജോലിക്ക് പോകുമായിരുന്നു. 1993 ഏഷ്യാനെറ്റ് നെറ്റ്വർക്ക് ആരംഭിച്ചു. 2001 കേരളത്തിലെ ആദ്യത്തെ 24 മണിക്കൂറും ന്യൂസ് സംപ്രേഷണം ചെയ്യുന്ന ചാനലായി ഏഷ്യാനെറ്റ് ന്യൂസും വന്നു. ദൂരദർശനിൽ ജോലി ചെയ്തിരിക്കെ റിട്ടയർ ആകാൻ വളരെ കുറച്ച് സമയം മാത്രമുള്ളപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും ശ്രീകണ്ഠൻ നായർക്ക് ഒരു ഓഫർ വരികയാണ്. ഏഷ്യാനെറ്റിലേക്ക് വരാനും അതിൽ 750 പരം എപ്പിസോഡുകൾ വരുന്ന നമ്മൾ തമ്മിൽ എന്ന പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാനുമായിരുന്നു ആ ഓഫർ. അത് ചെയ്യുന്നതോടെ തന്റെ ജീവിതം മാറിമറിയുമെന്ന് ശ്രീകണ്ഠൻ നായർക്ക് അറിയാമായിരുന്നു. കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ KT ജോണി ഇന്ന് നിയമസഭയിൽ പ്രസ്താവിച്ചു. ചുറ്റുമുള്ളവർ വേണ്ടെന്ന് പറഞ്ഞിട്ടും തന്റെ ആഗ്രഹപ്രകാരം ഗവൺമെന്റ് ജോലി രാജിവെച്ച് അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് വന്നു. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ഏഷ്യാനെറ്റ് അദ്ദേഹത്തിനു വേണ്ടി മാറ്റിവെച്ചത്. നമുക്ക് 1 കൊല്ലം കൂടെ ആയാൽ റിട്ടയർമെന്റ് എടുക്കാവുന്ന സമയത്താണ് ഞാൻ ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് രാജിവെച്ചത്. എൻ്റെ അച്ഛൻ പറഞ്ഞത് നിന്റെ തലയ്ക്ക് ഓളാന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ആരും ചെയ്തില്ല. UPSC വഴി വന്ന് ഒരു പോസ്റ്റ് എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു സുരക്ഷിത്വം ഇല്ലാതെ പോകുന്ന ഏഷ്യാനെറ്റിലേക്ക് ജോയിൻ ചെയ്തു. ഏഷ്യാനെറ്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അന്ന് ഏഷ്യാനെറ്റ് വളരെ ഒരു 10-15 കോടിയെങ്കിലും ലോസ് ഒരു കമ്പനി. അത് ഞാൻ അകത്തിയതിനു ശേഷം മനസ്സിലായത്. അപ്പോൾ ഞാനിത് ഡോക്ടർ രജിമനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ രജിമൻ പറഞ്ഞു, നഷ്ടത്തിലോടുന്ന അല്ല. ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്നോട് ആ സത്യം പറഞ്ഞില്ലല്ലോ, ഇതൊരു നഷ്ടത്തിലോടുന്ന കമ്പനിയാണോ? അതെ. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് പൂട്ടാൻ പോകുന്നത്? അല്ല, പൂട്ടത്തൊന്നുമില്ല. നിങ്ങൾക്കെന്തോ പ്രശ്നം? ഞാൻ പറഞ്ഞല്ല, ഈ നഷ്ടത്തിലോടുന്ന കമ്പനിയിലേക്ക് എന്നെ ആകാശവാണി നിന്ന് വിളിച്ചു വരുത്തിയത് ലാഭത്തിലോടുന്ന കമ്പനി നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഏഷ്യാനെറ്റിനെ രക്ഷിക്കാൻ പുതിയ ഒരു കമ്പനി വന്നു. മാറ്റങ്ങൾ ഒരുപാട് വരുന്നത് കണ്ട് അതിനോട് യോജിക്കാനാകാതെ ശ്രീകണ്ഠൻ നായർ ഏഷ്യാനെറ്റിൽ നിന്നും പടിയിറങ്ങി. പിന്നീട് 2013-14 കാലഘട്ടങ്ങളിൽ സൂര്യ TVയിലെ ശ്രീകണ്ഠൻ നായർ ഷോ എന്ന പരിപാടിയിലൂടെ ജനങ്ങളുടെ മനസ്സിൽ വളരെയധികം ശ്രദ്ധ നേടിയെടുത്തു. എന്താ ഇത്? ഇതാടല്ലേ? ശ്രദ്ധിച്ചു നോക്കൂ. ഇതാടല്ലേ? ശ്രദ്ധിച്ച്. ഇതാടല്ലേ? ഇത് പട്ടിയല്ലേ? പട്ടിയല്ലേ? ഇറ്റ്സ് ഡൺ. സംവാദങ്ങൾ ചിലപ്പോ ആടിനെ പട്ടിയാക്കിയെന്ന് വരും. അത് ഇവിടെ നടക്കില്ല. നേരിന്റെ കല്ലുകൾ കാണിച്ചു തരാൻ ഞാൻ വരികയാണ്. ജാനുവരി 6 ഞായറാഴ്ച മുതൽ രാത്രി 9 മണിക്ക് സൂര്യ TVയിൽ അപ്പെക്സ് അൾട്ടിമ വിത്ത് കളർ സ്റ്റേ ശ്രീകണ്ഠൻ നായർ ഷോ പവേർഡ് ബൈ രാംരാജ് കോട്ടൺ. സംവാദത്തിന്റെ സുഖകരമായ ഇടിമിന്നലുകൾ. 2015 ഫ്ലവേഴ്സ് TVയുടെ കോ-ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായി മാറി. ഫ്ലവേഴ്സ് 1 കോടി എന്ന പ്രോഗ്രാമിലൂടെ ശ്രീകണ്ഠൻ നായരെ അറിയാത്തതായി ആരും ഉണ്ടായിരുന്നില്ല. 2018 അദ്ദേഹം 24 എന്ന ന്യൂസ് ചാനലും തുടങ്ങി. വർഷങ്ങളായി ട്രഡീഷണൽ രീതിയിൽ മാത്രം ന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ ചാനലുകളെയും കടത്തിവെട്ടിയായിരുന്നു 24ന്റെ വരവ്. അന്നേ വരെ ആരും കാണാത്ത പുതിയ രീതിയിലുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ്, വിർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ഉപയോഗം. പിന്നീട് 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായരോടൊപ്പം ഒരു പ്രൊഫസറും വരികയുണ്ടായി, ഡോക്ടർ അരുൺ കുമാർ. പെട്ടെന്ന് വിശദമായി 24 ഓഗ്മെന്റഡ് റിയാലിറ്റി സംവിധാനം ഉപയോഗിച്ച് പരിചയപ്പെടാം. ഇതാ ആദ്യ വിമാനം എത്തുന്നു. 7-ാം തീയതി വ്യാഴാഴ്ച എത്തുന്ന ഈ വിമാനം 4 വിമാനങ്ങളാണ് കോട്ടും
ഷർട്ടും സൂട്ടും ഇട്ട് കേരളത്തിന്റെ ചൂട് ക്ലൈമറ്റിൽ കറങ്ങുന്ന കസേരയിൽ മാത്രം ഇരുന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരെയും ഷർട്ടും മുണ്ടും ഉടുപ്പിച്ച് എണീറ്റ് നിന്ന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പഠിപ്പിച്ച ചാനൽ. എൻ്റെ ഒരു സംശയം അത്, നമ്മൾ ഇവിടുത്തെ ഡ്രസ്സ് ഇട്ട് നമ്മൾ ഇറങ്ങി എന്ത് കുഴപ്പം? അങ്ങനെ തീരുമാനിച്ച ഒന്നായിരുന്നു നമ്മൾ ഈ പാൻറ് ഊരി കളയാന്നുള്ളത്. അപ്പോൾ നമ്മൾ മുണ്ടെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മുണ്ടെടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഈ നമ്മളിൽ വായി കൊടുക്കട്ടിട്ടുള്ള സംസാരിക്കുന്ന രീതിയുണ്ട്, സംസ്ഥാന വ്യാപകമായി എന്ന് പറയുന്നത് ആ പരിപാടി നിർത്തി. അണ്ണാ ഭയങ്കര മഴയാ ആ സംഭവം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ലാംഗ്വേജ് അങ്ങ് ഭയങ്കര ഇൻഫോർമലാക്കി, അതും എക്സ്റ്റംപോറാക്കി, ആർട്ടിൽ നിന്ന് വരുന്ന ലാംഗ്വേജ് ആക്കി, നമ്മൾക്ക് മലയാളിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഭാഷയാക്കി. ലോകത്തിൽ തന്നെ ആദ്യമായി എന്റർടൈൻമെന്റ് കൊണ്ട് ന്യൂസ് ഡെലിവർ ചെയ്ത ചാനൽ 24 ന്യൂസ്. ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും ചേർന്നുള്ള കോമ്പിനേഷൻ എല്ലാ ചാനലുകളെയും കടത്തിവെട്ടി റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തി. CP സ്ഥാനാർത്ഥിയായ മധുവാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് മധു. കൺഗ്രാറ്റുലേഷൻസ് മധു, കൺഗ്രാറ്റുലേഷൻസ്. ഈ മധുവിനെ എനിക്കറിയില്ല കേട്ടോ, എനിക്കും അറിയില്ല. ഈ സമയത്തൊന്നും റേറ്റിംഗിന്റെ പരിസരത്ത് പോലും ഇല്ലാതിരുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു, റിപ്പോർട്ടർ TV. അതേ ചാനലാണ് പിന്നീട് 24നെ പോലും വിഴുങ്ങിയത്. അതിനെപ്പറ്റി പറയുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ മലയാളം ന്യൂസ് ഇൻഡസ്ട്രിയുടെ ചരിത്രത്തെ പറ്റി അറിയണം. 1985 ദൂരദർശൻ തുടങ്ങി, 2001 ഏഷ്യാനെറ്റ്, 2003 വന്ന ഒരു ചാനലായിരുന്നു ഇന്ത്യ വിഷൻ. ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ജേർണലിസമാണ് ഇന്ത്യ വിഷൻ ഫോക്കസ് ചെയ്തത്. നമ്മളിപ്പോ ന്യൂസിലൊക്കെ കാണുന്ന പോലത്തെ അഗ്രസീവ് റിപ്പോർട്ടിംഗ്. പിന്നീട് മനോരമ വന്ന് മാതൃഭൂമി വന്നു. മനോരമയും ഏഷ്യാനെറ്റുമായിരുന്നു അന്നത്തെ ന്യൂസ് ഇൻഡസ്ട്രി ഡോമിനേറ്റ് ചെയ്തത്. പിന്നീട് പൊളിറ്റിക്കൽ ചായ്വുകളുള്ള ജയ് ഹിന്ദ്, മീഡിയ വൺ, ജനം എന്നീ ചാനലുകൾ വന്നു. ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തിരുന്ന പ്രശസ്തമായൊരു ജേർണലിസ്റ്റ് ആയിരുന്നു നികേഷ് കുമാർ. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുകയും റിപ്പോർട്ടർ എന്നൊരു ചാനൽ തുടങ്ങുകയും ചെയ്തു. ഏഷ്യാനെറ്റിനെയും മനോരമയും ചലഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു നികേഷിന്റെ രീതി. ഒരു ബയാസ്നെസ്സും ഇല്ലാതെ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തുകൊണ്ടും അതോറിറ്റികളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടും നികേഷ് കുമാർ റിപ്പോർട്ടിംഗ് തുടങ്ങി. Don't try to play the fool with me, Nigesh. No, it's very bad. അദ്ദേഹം 2016 അഴീക്കോട് വെച്ച് കേരള അസംബ്ലി ഇലക്ഷന് മത്സരിക്കുകയും അതിൽ തോറ്റുപോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെയും റിപ്പോർട്ടർ ചാനലിന്റെയും തകർച്ചയായിരുന്നു കണ്ടത്. ചാനലിന്റെ റേറ്റിംഗ് കുറഞ്ഞു. ചാനലിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളെല്ലാം പിരിഞ്ഞുപോയി. തകർച്ചയുടെ അറ്റത്ത് ചെന്ന് നിൽക്കുമ്പോഴാണ് 24 എന്ന ചാനൽ വരുന്നതും അതിന്റെ വരവോടുകൂടി റിപ്പോർട്ടർ ചാനൽ കംപ്ലീറ്റ്ലി ഇല്ലാതാവുകയും ചെയ്തു. മറ്റാർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ 24 ന്യൂസ് വളർന്നിരുന്നു. ശ്രീകണ്ഠൻ നായരും അരുൺകുമാറും 24 ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്ന 3 സഹോദരങ്ങൾക്കെതിരെ ഒരു കേസ് വന്നു. 24 വെച്ച് ആ വാർത്ത അരുൺകുമാർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഹലോ, ഏതാനും മാസം മാത്രം ആയുസ്സുണ്ടായിരുന്ന ഒരു റവന്യൂ ഉത്തരവിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ മരം കൊള്ളയിടിച്ച ഒരു കേസാണ്. പിന്നീട് ഈ സഹോദരങ്ങളിൽ ഒരാളായ ആൻഡോ അഗസ്റ്റിൻ തകർന്നുപോയ റിപ്പോർട്ടർ ചാനലിനെ പേടിക്കുകയുണ്ടായി. ഫുട്ബോളിലെ ട്രാൻസ്ഫർ വിൻഡോ പോലെയാണ് മലയാളം ന്യൂസ് ഇൻഡസ്ട്രിയിലെ ജേർണലിസ്റ്റുകൾ. നല്ല ഓഫറുകൾ വരുന്നതനുസരിച്ച് ജേർണലിസ്റ്റുകൾ ചാനൽ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ റിപ്പോർട്ടർ ചാനലിനെ മേടിച്ച ആൻഡോ അഗസ്റ്റിന് ചാനലിന്റെ ഫേസ് ആയിട്ട് നിൽക്കാൻ ഒരാളെ വേണമായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുത്തത് 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായരോടൊപ്പം നിന്ന അരുൺകുമാറിനെ ആയിരുന്നു. അരുൺകുമാർ വന്നതോടെ റിപ്പോർട്ടറിന്റെ ഗതി ആകെ മാറി. 24 ന്യൂസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും റിപ്പോർട്ടറും അഡാപ്റ്റ് ചെയ്തു. ഇപ്പോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ AR/VR സ്റ്റുഡിയോ കൊച്ചിയിലുള്ള റിപ്പോർട്ടർ TVയുടെ സ്റ്റുഡിയോയാണ്. വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കണ്ടന്റും എന്റർടൈനിങ് ആയിട്ടുള്ള പ്രസന്റേഷനും സോഷ്യൽ മീഡിയയിലും ഇവരുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ബാർക്ക് റേറ്റിംഗിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്താണ് റിപ്പോർട്ടർ TV. ഈ ഇടയ്ക്ക് എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഹിസ്റ്ററി ഈസ് റിട്ടൺ ബൈ ദ വിന്നിംഗ് സൈഡ്. ചരിത്രം എഴുതിയത് ചരിത്രത്തിൽ ജയിച്ചവരാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ മാറ്റി എഴുതാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇത്രയും ടെക്നോളജിയുള്ള ഇന്നത്തെ കാലത്തെ പറ്റി പിന്നെ പറയണ്ടല്ലോ. ന്യൂസ് ചാനലുകൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പവർഫുൾ ആണ് ഈ ന്യൂസ് ചാനലുകൾ. ജനങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ബോക്സ് ഓഫീസിൽ ഒരു സിനിമയ്ക്ക് റെക്കോർഡുകൾ വാരിക്കൊടുക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാനും ഒന്ന് ശ്രമിച്ചാൽ അടുത്തതാര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനും ഈ ന്യൂസ് ചാനലുകൾക്ക് പറ്റും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദുരന്തം നടക്കുമ്പോൾ ക്യാമറയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന ന്യൂസ് ചാനലുകളെ നമ്മൾ കുറ്റം പറയും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അത് കാണാതെ TV ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പിന്നീട് അങ്ങനത്തെ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ നമ്മൾ അത് ചെയ്യില്ല, കാരണം നമുക്ക് കാണേണ്ടതും ആ ഡ്രാമ തന്നെയാണ്. എന്റർടൈൻമെന്റ് ആണ് ആൻസർ. കുറച്ചു നാൾ മുന്നേ ഒരു ന്യൂസും ഫോളോ ചെയ്യാത്ത നിങ്ങൾ ഇന്ന് ദിവസേന ട്രോൾ ആയിട്ടാണെങ്കിൽ പോലും ഇവരുടെയൊക്കെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റെങ്കിലും കാണുന്നുണ്ട്. അവിടെ മലയാളം ന്യൂസ് ഇൻഡസ്ട്രി വിജയിച്ചു. ഈ മത്സരങ്ങൾക്കിടയിൽ ന്യൂസ് ചാനലുകൾ എപ്പോഴും ശരിയാകണമെന്നുമില്ല. അവസാനം എന്ത് കാണണം, എന്ത് വിശ്വസിക്കണം എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. ആ സൂപ്പർ സ്ട്രക്ചർ നിങ്ങളെയും വിഴുങ്ങാതെ നോക്കിയാൽ മതി.